ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ കുരിശുമലയൊക്കെ കയറാൻ പോയി. തോപ്രാങ്കുടി പള്ളിയിലാണ് നമ്മൾ വന്നത്. നമ്മുടെ ഇടവക പള്ളി വന്ന് രാവിലെ കുർബാന കൂടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുരിശുമല കയറ്റം. കുരിശുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോപ്രാങ്കുടി ടൗണ് ചുറ്റി പ്രദക്ഷിണം, ഒരു 2 കിലോമീറ്റർ ദൂരത്തിലുള്ള ചെറിയ പ്രദക്ഷിണമായിരുന്നു. എല്ലാ പ്രാവശ്യവും കാരണം ഇവർ രണ്ടുപേരും ഫുൾ ടൈം ഉറങ്ങി. അതുകൊണ്ട് എടുക്കേണ്ടി വന്നു ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ കുരിശ് ഭാഗ്യത്തിന് എല്ലാ ദിവസത്തെയും പോലെയല്ല, കുറച്ച് എന്താ പറയാ മൂടലൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിൽ കുറവുണ്ടായിരുന്നു. അതെ, വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നല്ല പൊരി വെയിലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് പകുതി ആയപ്പോഴത്തേക്കും വെയിലൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞ് കഞ്ഞികുടിയും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നേർച്ചക്കഞ്ഞി ഒരുപാട് ആളുണ്ടായിരുന്നു. ഭയങ്കര ആളായിരുന്നു കേട്ടോ. അതെ, കാരണം ഇവിടെ അടുത്തൊക്കെ ആയിരുന്നുകൊണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ആണെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ ദൂരത്തിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഗ്രൗണ്ടെല്ലാം നിറയെ വണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയേ ഒറ്റ വണ്ടിയില്ല. എല്ലാവരും തന്നെ പോയി. നമ്മളാ ഏറ്റവും ലാസ്റ്റ്. എപ്പോൾ വന്നാലും എങ്ങനെയാണ്. അതെ, ഏറ്റവും ലാസ്റ്റ് ഇവിടുത്തെ എല്ലാ പൊടി തട്ടി നമ്മൾ വൈകി പോവുള്ളൂ. അങ്ങനെ പള്ളിയും പള്ളിയുടെ പ്രദേശങ്ങളും പരിസര പ്രദേശങ്ങളും എല്ലാം ശൂന്യമായിരിക്കുകയാണ്. രാവിലെ വരുമ്പോൾ ഇവിടെ നിറയെ ആളായിരുന്നു. അപ്പോൾ പള്ളിയുടെ വാതിക്കൽ നിറച്ചും ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പള്ളിയുടെ അവിടെ വാതിക്കൽ കുറേ ആൾക്കാർ വരും. ഇവരൊക്കെ ആരൊക്കെ എന്തൊക്കെ ഫ്ലെക്സ് വെച്ചെന്ന് പറഞ്ഞാലും ആൾക്കാർ മനസ്സിൽ വന്ന് തീരുമാനിച്ചിട്ടില്ല, അതല്ലേ ചെയ്യുള്ളൂ. എത്ര എണ്ണം ആൾക്കാരിലേക്ക് എന്തെല്ലാം പൈസ ചുമ്മാ അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അവർ ചെയ്യുള്ളൂ. അവർ നേരത്തെ തന്നെ അത് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? ഫ്ലെക്സ് വെച്ചോണ്ടോ, അല്ലെങ്കിൽ കുറേ വിളിച്ചു കൂവിയുണ്ടോ, കുറച്ച് കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ ആരെയൊക്കെ വെളുപ്പിച്ചതായി ആരായാലും അല്ലേ, ഏത് പാർട്ടിയൊന്നും ഏതൊന്നുമില്ല. ഏത് പാർട്ടി ആയാലും എന്തൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലും ഇന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം എല്ലാവരും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും എല്ലാ കാര്യങ്ങളും എന്നും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ ഓരോന്ന് ലൈവായിട്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ പണ്ടും ബോധമില്ലാത്ത ആൾക്കാരെന്നല്ല, പണ്ടും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം മനുഷ്യനറിയാം ഓരോ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് കോടികളല്ലേ കൊണ്ട് കളയുന്നത്. വല്ല പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഒന്നുമില്ലാത്ത ഒരു നേരത്തെ ആഹാരത്തിനില്ലാത്ത കിടക്കുന്ന മനുഷ്യൻ എന്തേലും ഉണ്ട്. ഇമാർക്ക് വല്ല അറിയാം. ഇമാര് കയറി എല്ലാവരും ഭരിച്ച് മുടിച്ച്. അതെ, എന്നാലും ഇമാരെ എനിക്ക് സത്യമായി ഇഷ്ടമല്ല ഈ അവറ്റ. എല്ലാവരും ഒരു കണക്കാണ്. പിന്നെ നമ്മളെന്തായാലും നമ്മളൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് വോട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ചിലരോടുള്ള പ്രതികാരത്തിൻ്റെ ഇതിൽ പ്രതിഷേധമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു പോകും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വണ്ടി എടുത്തെത്തി. നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്നത്തെ എന്തായാലും നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുന്നത്. കുറേ വിശേഷങ്ങൾ വരാൻ കിടക്കുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും. കൈക്ക് ഭയങ്കര വേദനയാണ്. ഒരു രക്ഷയില്ല. കൈ തളർന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈയൊക്കെ ഒരുമാതിരി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. എല്ലാവർക്കും ടാറ്റാ, ബൈ.